പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ഏവരും ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള വൈഷമ്യം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാത്തവരായി ആരും തന്നെ ഈ ഭൂപരപ്പിലില്ല. പ്രതികൂലമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ പലരും തളർന്നു പോകുന്നു, ചിലർ വീണു പോകുന്നു, മറ്റു ചിലർ തകർന്നു പോകുന്നു. ദൈവമക്കളെന്ന നിലയ്ക്ക് നാം ആരും തളർന്നു പോകുവാനോ വീണു പോകുവാനോ തകർന്നു പോകുവാനോ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15 അധ്യായം 58 വാക്യം, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സ്റ്റാൻഡ് ഫേം, ലെറ്റ് നത്തിങ് മൂവ് യു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ഒന്നും നിങ്ങളെ ചലിപ്പിക്കാതിരിക്കട്ടെ. സ്റ്റാൻഡ് ഫേം എന്ന് വെച്ചാൽ ടു റെഫ്യൂസ് ടു ചേഞ്ച് എ ഡിസിഷൻ ഓർ എ പൊസിഷൻ. ഒരു തീരുമാനമോ നിലപാടോ മാറ്റാൻ വിസമ്മതിക്കുക എന്നർത്ഥം. ഒരു കാലത്ത് പല തീരുമാനങ്ങളോടും പല നിലപാടുകളോടും കൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവർ മുൻപിൽ കണ്ട പ്രതിസന്ധികളിൽ ഭയന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. അവർ എടുത്തതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തത് നിമിത്തം പലരും ഇടറി വീണുപോയി. എന്നാൽ ദൈവത്തെ ഏറ്റവും അടുത്തറിഞ്ഞ കോരഹപുത്രന്മാർ നാം കേൾക്കെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. 46 സങ്കീർത്തനം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മെ ഭയപ്പെടുത്തി കുലുക്കിക്കളയുവാൻ നോക്കുമ്പോൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു എന്ന് പറവാൻ നമ്മെ കൊണ്ട് കഴിയണം. കടലിൽ സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൗസ് അഥവാ വിളക്കുമാടത്തിന് നമ്മോട് പറയുവാനുള്ളത്, എത്ര തന്നെ ശക്തമായ കൊടുങ്കാറ്റും തിരമാലയും അടിച്ചുകൊള്ളട്ടെ, എൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ള പാറമേലിട്ടിരിക്കിയാൽ ഒന്നിനും എന്നെ ചലിപ്പിക്കുവാൻ കഴിയുകയില്ല. വിളക്കുമാടം ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ചുറ്റും എന്ത് സംഭവിച്ചാലും അതതിൻ്റെ ജോലി തുടരുന്നു. അതുവഴിയെ വരുന്ന കപ്പലുകൾക്ക് വഴികാട്ടിയായി ഈ വിളക്കുമാടം പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നാം ദൈവം മുമ്പാകെ എടുത്ത തീരുമാനമോ നമ്മുടെ നിലപാടോ ഒരു കാരണവശാലും മാറ്റരുത്. ലെറ്റ് നത്തിങ് മൂവ് അസ്. ഒന്നും നമ്മെ ചലിപ്പിക്കാതിരിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.